ഭൂമിയിൽ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. മുസ്ലിങ്ങളും മൃഗങ്ങളും ഒഴികെയുള്ള എല്ലാ മനുഷ്യരും മരിക്കും. ഒന്നാമത്തെ പടിയായി ദൈവം ആ പ്രവാചകനോട് പല വൃക്ഷങ്ങളെയും നട്ടുപിടിപ്പിക്കാനായി കൽപ്പിച്ചു. ഇതിനു പിന്നിലെ കാരണം നൂഹ് നബിക്ക് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹം ദൈവത്തോട് അനുസരണയുള്ളവനായിരുന്നു. അദ്ദേഹം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രവാചകനോട് ദൈവം സംസാരിച്ചു. പ്രവാചകനോട് ഒരു കപ്പൽ പണിത് തുടങ്ങാൻ ആവശ്യപ്പെട്ടു. ഈ ഭൂമിയിലെ ജന്തുജാലങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ കപ്പലുണ്ടാക്കണം. പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി. കപ്പൽ എങ്ങനെ പണിയാൻ കഴിയുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമായി. ഇതിനു മുമ്പ് താൻ ഒരു കപ്പലും നിർമ്മിച്ചിട്ടില്ല. എന്നിട്ടും പ്രവാചകൻ മലക്കുകളുടെ സഹായത്തോടെ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. മരം മുറിച്ചെടുക്കാൻ തുടങ്ങി. അതെ, 100 വർഷങ്ങൾക്ക് മുമ്പ് താൻ നട്ടുപിടിപ്പിച്ച അതേ വൃക്ഷങ്ങളായിരുന്നു അത്. അവരുടെ പദ്ധതി പ്രകാരമുള്ള കപ്പലുണ്ടാക്കാൻ അവർ തുടങ്ങി. ആളുകൾ ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു. എന്നാൽ സത്യനിഷേധികൾ പ്രവാചകൻ മലമുകളിൽ കപ്പൽ പണിയുന്ന കാഴ്ച കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. ഒരുപാട് കാലത്തിന് ശേഷം കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും കപ്പൽ പൂർത്തിയാക്കാൻ സഹായിച്ചതിന് നന്ദി പറയുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരുന്നു. ഒരു രാത്രി അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, നീ എന്ന് നിന്റെ അടുപ്പിൽ നിന്നും വെള്ളം വരുന്നത് കാണുന്നുവോ, അന്ന് ഞാൻ ഭൂമിയിലേക്ക് ജലപ്രളയം അയക്കും. ആദ്യത്തേത് പക്ഷികൾക്കും, രണ്ടാമത്തേത് മനുഷ്യർക്കും, മൂന്നാമത്തേത് മൃഗങ്ങൾക്കും വേണ്ടിയായിരുന്നു. ജലപ്രളയത്തിൻ്റെ ദിവസമെടുത്തപ്പോൾ മൃഗങ്ങൾ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി. അവർ ജോഡികളായാണ് വന്നത്, ഒരാണും ഒരു പെണ്ണും. അവിടെ ആനകളും ജിറാഫുകളും സിംഹങ്ങളും മുയലുകളും പറവകളും ഉണ്ടായിരുന്നു. ഭൂമിയിലെ വിവിധങ്ങളായ ജീവികൾ കൊണ്ട് ആ കപ്പൽ നിറഞ്ഞു. കടലിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. അപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നൂഹ് നബി പറഞ്ഞത് സത്യമാണെന്ന്. അവർ പർവ്വതങ്ങൾ ലക്ഷ്യമാക്കി ഓടി. തൻ്റെ ഭാര്യയും പുത്രനും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടി വരുന്നത് പ്രവാചകൻ കണ്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കപ്പലിലേക്ക് കയറി ജീവൻ രക്ഷിക്കൂ. പക്ഷേ അവർ അത് തിരസ്കരിച്ചു.